ഇപ്പോൾ എന്നോടൊപ്പം മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു വഹീദ, അഡ്വക്കേറ്റാണ്, അധ്യാപികയാണ്, ഒരുപാട് പദവികൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ കുട്ടികളിലെ അമിതമായ മൊബൈൽ ഉപയോഗവും അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങളിലെ കെട്ടുപാടുകൾ, അത് പഴയതുപോലെ അല്ല. ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറിയാണ് കുടുംബമായപ്പോൾ എല്ലാവരും ഫോണിന് അഡിക്റ്റ് ആയിരിക്കുന്നൊരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പൊതുവേ ഇപ്പം വൈകിട്ട് വീട്ടിലുള്ള പുരുഷൻ ജോലി കഴിഞ്ഞ് വന്നാൽ അയാൾ ഫോണുമായിരിക്കുന്നു. അതോടൊപ്പം അവിടുത്തെ വീട്ടമ്മയും ആണെങ്കിലും അല്ലെങ്കിൽ ജോലിയുള്ള അവിടുത്തെ ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും, കുട്ടികളിപ്പോൾ കൊറോണയൊക്കെ വന്നതുകൊണ്ട് ഈ ഫോൺ വഴിയാണ് കുറേയേറെ ഹോംവർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോൾ എല്ലാവരും ഈ ഫോണിന് അഡിക്റ്റായി മാറുന്നത് മൂലം ജീവിതത്തിൽ പരസ്പരമുള്ള സ്നേഹം അല്ലെങ്കിൽ കരുണ, ബഹുമാനം ഇതൊക്കെ നഷ്ടപ്പെടുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കുട്ടികളുടെ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ള ഒരു വിപത്തായിട്ട് മാറിയിരിക്കും. അത് പത്രഭാഷയിൽ പറഞ്ഞാൽ തന്നെയും അത് ശരിയാണ് അക്ഷരാർത്ഥത്തിൽ. കാരണം ഞാൻ കോടതികളിൽ കാണുമ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് അടുത്തിടപഴകുമ്പോഴും ഒക്കെ ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത് അവരെ എങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ പ്രത്യേകിച്ചും രക്ഷകർത്താക്കൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണ്. കുഞ്ഞുങ്ങളെ ഇതിനകത്തൊരു പാലമാക്കിക്കൊണ്ടാണ് പലരും ഉദാഹരണത്തിന് ഡ്രഗ്സ് കാരിയേഴ്സ് ആക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെയാണ് അവരെല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസിങ് നടക്കുന്നത്. കാര്യം കൊച്ചു കുട്ടികളാണ്, പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങൾ. അതപ്പോൾ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കും ഇത് ബാധകം തന്നെയാണ്. ഈ രണ്ടു കൂട്ടരും ഇത് സ്കൂളുകളിൽ പോകുന്ന വഴിയിൽ ആരെങ്കിലും ഒക്കെ കാത്തുനിന്ന് ഈ കുഞ്ഞുങ്ങൾക്കൊരു ഫോൺ കൊടുത്താൽ പോലും ഇതൊക്കെ ബാധിക്കുന്നതാണ്. മാത്രമല്ല ഈ മുൻകാലങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊറോണ വന്നതിന് ശേഷം വീട്ടിനുള്ളിൽ ഇരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നതും, അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്നൊരു പ്രത്യേകത ആ നെറ്റിന്റെ ഉപയോഗം, ഇന്റർനെറ്റ് എങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാം, അതുവഴി എന്തെല്ലാം കാര്യങ്ങൾ കാണാം എന്നതിന് തീരെ കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് 1ാം ക്ലാസ്സിൽ തൊട്ടേ ഈ ഒരു പ്രവൃത്തി തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ വളരെ അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു കുഞ്ഞുങ്ങളിലേക്ക് മൊബൈൽ ഫോൺ അടിച്ചേൽപ്പിക്കുക, ആ ഉപയോഗം എങ്ങനെയാണെന്ന്. അതിനൊരു ഉദാഹരണം പറഞ്ഞ അടുത്ത സമീപകാലത്ത് ഞാനൊരു കേസ് എന്റെ മുന്നിൽ എത്തിയ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു 12-13 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അവൻ ചെയ്തെന്ന് വെച്ചാൽ അവന്റെ സഹോദരിയെ സെക്ഷലി അബ്യൂസ് ചെയ്ത് ആ പെൺകുട്ടി ഗർഭിണിയായ ഒരു സംഭവം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ള ഈ പിള്ളേരിരുന്ന് അവിടെ ഇവിടെയും ഓരോന്ന് കാണുകയും തെറ്റായ സിനിമകളൊക്കെ കണ്ട് അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ചെന്ന കുട്ടിയെ മാരകമായിട്ട് ഉപദ്രവിച്ച് കാണും, അതിന്റെ ഇടയിൽ സംഭവിച്ചതാണെന്ന് കരുതിയത്. പക്ഷെ ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ അവിടെ ആ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രണ്ടുപേരോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അവരെന്ന് വെച്ചാൽ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് മൊബൈൽ ഫോണിലൂടെ പോൺ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മൊബൈൽ ഫോണിൽ അപ്പോഴും തൊട്ടടുത്തിരുന്ന അമ്മ പറയുന്നത് എന്താണ്, മൊബൈൽ ഫോണിൽ ഫോൺ വീഡിയോ കാണാൻ നെറ്റ് ആ ഫോണിലില്ല, സിമ്മില്ല ഫോണിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് വെച്ചാൽ ഒരു ഫോണിൽ നെറ്റ് കണക്ട് ചെയ്യാതെ നിനക്ക് ആരാണിത് തന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചത് മറ്റു മുതിർന്ന ആരെങ്കിലും കൊടുത്തത്. ഈ കുട്ടി അമ്മയും മകനും ഒരു സെറ്റിയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് TV കാണുമ്പോൾ അമ്മ ഇരുന്ന് സീരിയൽ കാണുന്നു, ആ കൂട്ടത്തിൽ കുട്ടി ഇരുന്ന് മൊബൈൽ ഫോൺ തോണ്ടിക്കൊണ്ടിരുന്നു. അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് നെറ്റ് കണക്ട് ചെയ്ത് അതിൽ നിന്നും ഫോൺ വീഡിയോ കണ്ടിട്ട് അവന്റെ സഹോദരിയെ കാണിച്ചിട്ട് ദേണ്ടടി നോക്കടി, 13 വയസ്സുണ്ട്, അതിലുള്ള പക്വതയൊന്നും ഇല്ല, അവർ ഭീകരമായ അവസ്ഥയിലൊന്നും അല്ല നിൽക്കുന്നത്. അപ്പൊ അത് കാണുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അമ്മയില്ലാത്ത സമയത്ത് ഇവരത് അനുകരിച്ചു നോക്കാം. ഈ ഒരു അനുകരണം എന്ന് പറയുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നോ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നോ പോലും ഈ മക്കൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ പെൺകുട്ടി അവരുടെ ശാരീരികമായി ഇപ്പോഴത്തെ ഈ ഭക്ഷണത്തിന്റെ പ്രത്യേകത കൊണ്ടുമൊക്കെ അവര് സെക്ഷലി മെച്ചൂർഡ് ആയതുകൊണ്ട് തന്നെ ആ കുട്ടി ഗർഭിണിയായി. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നത് ഒരു കുടുംബം തന്നെയാണ്. അച്ഛനായാലും അമ്മയായാലും ഈ മകളായാലും മകനായാലും ആരും ആരെയും തള്ളിപ്പറയാൻ വയ്യ. പിന്നെ ജുവനൈൽസ് ആയതുകൊണ്ട് അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കി നമുക്ക് അവരെ നിയമത്തിന്റെ പിന്നിൽ കൊണ്ടുവന്ന് അവരെ നിയമപരമായിട്ട് മാറ്റി നിർത്താം എന്ന കൗൺസിലിംഗ്. അത് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് ഈ കുട്ടി രണ്ടുപേരും മെന്റലി ആകപ്പാട് തകർന്നു പോയിരുന്നു. ഒരു വിഭ്രാന്തിയിലേക്ക് അതെ വിഭ്രാന്തിയിലേക്ക് എത്തിയ ഒരു അവസ്ഥയിലാണ് ഈ കുട്ടി നമ്മളോട് വരും. എന്റെ കണ്ണിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ അവൻ എന്റെ കണ്ണിൽ പോലും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ആ കുട്ടി എന്തായിരുന്നാലും ലീഗൽ സർവീസ് അതോറിറ്റി ഒക്കെ ഇടപെട്ടിട്ട് ആ കുട്ടി എന്തായിരുന്നാലും നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു. പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്നല്ല ഞാനും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ പല കേസിനകത്തും
പെൺകുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് കൊച്ചുകുട്ടികൾ 5 വയസ്സ് തൊട്ടാണ് ഈ കുഞ്ഞുങ്ങളെ പഠിച്ചുകൊണ്ടത്. അപ്പം ഞാൻ പറയും, സ്കൂൾ കുട്ടികളുടെ ബാഗുകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മിഠായിയുടെ രൂപത്തിൽ ഇതൊക്കെ ആദ്യം ഇവരെ കാണുമ്പോൾ, വഴി കാണുമ്പോൾ ആരെങ്കിലും മാമന്മാരായിട്ടും മമ്മിമാരായിട്ടും ആന്റിമാരുമായിട്ട് ചെന്ന് ഇത് കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ അത് വാങ്ങിക്കുന്നു, നിഷ്കളങ്ക ബാല്യങ്ങൾ അത് വാങ്ങിക്കുന്നു, അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് എന്താണ്, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ടെൻഡൻസിക്ക് ആണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇത്ര ഭീകരമായ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ പിന്നീട് പതുക്കെ എത്തിച്ചേരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഡ്രഗ്സിന്റെ കാരിയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാകും. പിന്നെ ഇപ്പോഴത്തെ പണ്ട് കാലങ്ങളിൽ ഈ മദ്യം, ചാരായം, അങ്ങനെയുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യം, ചെറിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ വളരെ ഭീകരമായി തോന്നി. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്, MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് എന്താണ്. അതുപോലെ അവരുപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ, വൈറ്റ്നർ, അങ്ങനെ തുടങ്ങിയ പല വസ്തുക്കളും ഞാൻ യഥാർത്ഥ കുട്ടികളെ ക്ലാസ് എടുക്കും, ഞാൻ അത് എന്താണെന്ന് പറയില്ല. എന്റെ കൂടെ പഠിച്ചൊരു ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചപ്പോൾ കുറെ പേര് ടീച്ചർമാരായി, ഗവൺമെന്റ് സ്കൂളിലേക്ക് അധ്യാപികമാരാണ്. അപ്പോൾ അവർ പറയുന്ന +2 അധ്യാപികമാരാണ്. അവർ പറയുന്നത് ഇത് അടിച്ചിട്ട് വന്നിട്ട് ഇവർ ഇരിക്കുമ്പോൾ യാതൊരു റിയാക്ഷനും ഇല്ല, ഇവർ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു, ചിരിയില്ല, എന്ന അമിതമായ വിഷമമില്ല, ഒരേ ഭാവത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. എന്ത് വഴക്ക് പറഞ്ഞാലും അവർക്ക് യാതൊരു പ്രതികരണവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായി തലമുറ വരുന്നത്. അല്ല, അതവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനെയാണ് ആദ്യം ബാധിക്കുന്നത്. സാധാരണഗതിയിൽ ലങ്സിനെയൊക്കെ ബാധിക്കുന്നത്, കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലങ്സിനെ, പുക വലിക്കുന്ന ലങ്സിനെ ബാധിക്കും. പക്ഷേ എന്ന് വെച്ചാൽ ബ്രെയിനെ ബാധിക്കും. ഒറ്റ ഉപയോഗത്തിൽ മക്കൾ കേൾക്കണമെങ്കിൽ അവർക്കോട് പറയുള്ളത്, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സിന്തറ്റിക് ഡ്രഗ്സ്, MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ അവരുടെ ആയുസിന്റെ എണ്ണം കുറയുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം. ഇവിടെ ആയുഷ്കാലം അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. അബദ്ധത്തിലെങ്ങാനും കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ പിന്നെ കൊടുക്കുന്നത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. അത് ഡോക്ടേഴ്സും പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ അത് നിരവധി തവണ കുട്ടികളോട് പറയാറുണ്ട്. ഇത്തരം ഭീകരമായ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ശരീരത്തെ ബാധിക്കുന്ന, തലച്ചോറിനെ ബാധിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നു, ഇപ്പം അമ്മയെ അറിയാൻ വയ്യ, മകളെ അറിയാൻ വയ്യ, അമ്മയെ റേപ്പ് ചെയ്ത കഥകൾ. പിന്നെ പൊതുവെ നിങ്ങൾ പത്രക്കാർ തന്നെ എല്ലാവരോടും പറയാറുണ്ട്, ജനറലി പറയാറുണ്ട്, എപ്പോഴും ഈ ക്രൈം നടക്കുമ്പോൾ ഏതൊരു ക്രൈമിന്റെ പിന്നിലും ലഹരി ഉപയോഗം വ്യാപകമായിട്ടുണ്ടെന്ന്. അത് ലഹരി ഉപയോഗത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണ ലഹരിയിൽ നിന്ന് വ്യത്യസ്തമായ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയെ മാത്രമല്ല തലച്ചോറിന്റെ ചിന്തകളെ ബാധിക്കുക. ഈ തലച്ചോറിലേക്ക് ഇതൊക്കെ ചെല്ലുമ്പോഴേക്ക് അവൻ അവിടെ മരവിക്കുകയാണ്. അവന് പിന്നെ എന്താണ് കൺമുന്നിലുള്ളത് വെറും രൂപങ്ങൾ മാത്രമായിരിക്കും. അത് ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വതയോ അല്ലെങ്കിൽ വിവേകമോ ചിന്താശക്തിയോ അവനില്ലാതാകുന്നു. ആ സാഹചര്യത്തിൽ അവന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയാണോ വെറും രൂപമായിരിക്കും. അവന് ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും ഒരു ചിന്ത കൊണ്ട് അവൻ കയറി പിടിക്കും, അവരെ ഉപദ്രവിക്കും. അത് ചിലപ്പം ചിലപ്പോൾ ആ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് അതിനെ ഒന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൈ കിട്ടുന്നത് അടിക്കും. അങ്ങനെയാണ് പലതും അപ്പോൾ ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. പിന്നെ ഏതൊരു ക്രൈമിലും എൻ്റെ പിന്നിൽ എന്തായാലും ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു 99% ക്രൈമും അത് തന്നെയാണ്. സഡൻ പ്രൊവോക്കേഷൻ എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുമെങ്കിലും എൻ്റെ കുട്ടികൾ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.